അവനെ വീട്ടിൽ വന്നിട്ട് ഒരു മാഷ് പഠിപ്പിക്കുന്നു ഹൈദരാബാദ്. അതായത് ഞങ്ങൾ എല്ലാവരും താഴെ ക്രിക്കറ്റ് കളിക്കായിരിക്കും. ഇതൊരു കഥയുണ്ട്. അതായത് ഞങ്ങളെല്ലാവരും താഴെ വീട്ടിൽ താഴെ പൂക്കോടെ നമ്മുടെ വീടിന്റെ താഴെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവന്റെ മാഷ് വരും. അപ്പൊ മാഷ് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവന് മാത്രമാണ് ക്ലാസ്. ഞാൻ തലശ്ശേരിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കിലാണ് പഠിക്കുന്നത്. അപ്പൊ ധ്യാനിന് മാത്രം സ്പെഷ്യൽ ക്ലാസ് ആണ്. മാഷ് വന്നിട്ട് എടുക്കും. അപ്പൊ ഇവൻ അപ്പൊ സ്പെഷ്യൽ ക്ലാസ് അല്ല അത് ഇമേജ് ഇങ്ങനെ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് എടാ അവൻ പഠിച്ചിട്ടുണ്ട്. ആലോചിക്കാൻ പറ്റത്തില്ല എനിക്കത്. എന്നിട്ട് സംഭവം അതല്ല. അപ്പൊ നീ ഒന്ന് കേക്ക്. അതായത് അപ്പൊ നമ്മള് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാന് ഭയങ്കര സങ്കടത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോകും. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അമ്മ വന്നിട്ട്, അപ്പൊ നമ്മളൊരു 10-12 പിള്ളേര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക. അമ്മ വന്നിട്ട്, നിങ്ങളുടെ ശബ്ദം കാരണം ധ്യാനോട്ടിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കളി ശാസ്ത്രീയ സംഗീതം അവനെന്ത് കോൺസെൻട്രേറ്റ്. ആ പാവപ്പെട്ട മാഷാണ് സ്വയം ശപിച്ചിട്ട് ആ ക്ലാസ്സിൽ വരുന്ന പുള്ളി. ഇവനെ ഞാൻ പഠിപ്പിക്കുകയും വേണം. മൂഡിലാണ് പുള്ളി. അയാളുടെ എന്റർടൈൻമെന്റ് ഈ പുറത്തുനിന്നുള്ള ശബ്ദം. ഇവന് നമ്മൾ കളിക്കരുത്, അത്രേ ഉള്ളൂ. ഇവന്റെ പാട്ട് 52-1. അടിപൊളി അടിപൊളി. അതിന്റെ ഇടയിൽ അമ്മ വീട്ടുണ്ടായിരിക്കാൻ. സത്യമായിട്ടും നടന്ന സംഭവം ഹൈദർക്ക. അമ്മ വന്ന് എന്നോട് പറയാം, നിങ്ങൾ കളിക്കുന്ന കാരണം ധ്യാനോട്ടിന് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എവിടെ എത്തേണ്ട ആളാ നിങ്ങൾ. ക്രിക്കറ്റ് കളിച്ച് ഒരു കരിയർ നശിപ്പിച്ചില്ലേ. അതെ. അവന്റെ ഫേവറേറ്റ് സോങ് ഹരിമുരളീരവ. നന്നായി പാടും. പല്ല് കേൾക്കുമ്പോ ഹരിമുരളീരവ ഇല്ലാതെ പറ്റൂല. അതെ. ഡെയിലി ഇപ്പോഴും അങ്ങനെ. മധുമൊഴി രാധ നിന്നെ തേടി, അതാണ് അവന്റെ ഫേവറേറ്റ് ലൈൻ. ഞാൻ ഇതിൽ ചിരിച്ചിട്ടേ ഉള്ളൂ. ഞാൻ എന്നെ ഇതില് വലിച്ച അവന്റെ ഫേവറേറ്റ് ലൈൻ മധുമൊഴി രാധ നിന്നെ തേടി. അയ്യോ അയ്യോ ഇതുണ്ടല്ലോ ധ്യാനോടനെ മറുപടി ആയിട്ട് വരുന്നുണ്ട്. ഇത് മിക്കവാറും അവൻ ഷെയർ ചെയ്യും. അല്ല, ഇത് സത്യ അതുകൊണ്ട് പറയുന്നതുകൊണ്ട് തെറ്റില്ല. കള്ളൊന്നും നമ്മൾ പറഞ്ഞു. കളവൊന്നും പറഞ്ഞിട്ടില്ല. ചിരിച്ചോണ്ട് വല്ല തെറ്റുണ്ടോ? ചിലപ്പോ ചിരിച്ചായിരിക്കും കിട്ടുക. അയ്യോ എടാ തീർന്നു. അവന്റെ അടുത്ത ഇന്റർവ്യൂവിൽ തീർന്നു. അടുത്ത ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അല്ല വിനീത് സത്യം പറയുമ്പോ നിങ്ങൾ രണ്ടുപേരും കൂടിയാണ്